കൂട്ടുകാരെ, നമ്മുടെ ബോണ്ടിൽ നീർനായ അതുപോലുള്ള സാധനങ്ങൾ ഇറങ്ങിയിട്ട് മീനെ പിടിച്ച് തിന്നുകയാണ്. അപ്പോൾ അതിന് നമുക്ക് ഫെൻസിങ് ചെയ്യാമെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് ഇന്നൊന്ന് ഫെൻസിങ് ചെയ്യണ വീഡിയോ എടുത്താലോ? നമുക്കിപ്പോൾ ആദ്യമായിട്ട് ഫെൻസിങ് ചെയ്യുന്നതിന് ഫെൻസിങ് മെഷീൻ ഒരെണ്ണം നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഒരെണ്ണം മേടിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഫെൻസിങ് ചെയ്യാൻ വേണ്ടി 12 HP ഒരു ബാറ്ററി നമ്മൾ മേടിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ മേടിച്ചിരിക്കുന്നത് ചെറിയ സോളാറാണ്. ഒരു സോളാർ നമ്മൾ മേടിച്ചിട്ടുണ്ട്. സോളാർ നമ്മളവിടെ സെറ്റ് ചെയ്ത് വെച്ചേക്കാണ്. നമ്മളവിടെ സെറ്റ് ചെയ്ത് വെച്ചേക്കാണ്. നമുക്കത് ഫിറ്റ് ചെയ്യണത് എങ്ങനെയാണെന്ന് കാണിക്കാം. ആദ്യം നമ്മളവിടെ സോളാർ സെറ്റ് ചെയ്ത് സോളാറിൻ്റെ അവിടെ നിന്ന് വയറ് കണക്ട് ചെയ്തിട്ട് സോളാറിൻ്റെ വയറ് ഇങ്ങോട്ട് നമ്മൾ കണക്ട് ചെയ്തിട്ടേക്കാണ്. ഇതുണ്ട സോളാറിൻ്റെ വയറ് നമ്മൾ ഇങ്ങോട്ട് കണക്ട് ചെയ്തിട്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ നമ്മൾ ബാറ്ററിയുടെ പോസിറ്റീവും നെഗറ്റീവും നമ്മൾ കണക്ട് ചെയ്തിട്ട് പോസിറ്റീവും നെഗറ്റീവും കൂടി കണക്ട് ചെയ്ത് നമ്മൾ ഇവിടെ വെച്ചിട്ടുണ്ട്. പോസിറ്റീവും നെഗറ്റീവും കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് പകൽ സമയങ്ങളിൽ സൂര്യപ്രകാശം കൊണ്ട് ബാറ്ററി ചാർജ് ആവുകയും നൈറ്റിൽ ഈ ബാറ്ററി ചാർജ് കൊണ്ട് ഇത് അടിക്കുകയും ചെയ്യും. ഇതിൽ വലിയ കാര്യമായിട്ട് രീതിയിൽ അടിക്കുകയൊന്നുമില്ല. ചെറിയ രീതിയിൽ ഒരടി എർത്ത് അത്രയും തന്നെയാണ് ഇതിൽ നിന്ന് കിട്ടുകയുള്ളൂ. അല്ലാതെ മൃഗങ്ങൾക്ക് വലിയ രീതിയിൽ പരിക്കേൽക്കുകയോ അങ്ങനെ ഒന്നും തന്നെയും ഇതുകൊണ്ട് സംഭവിക്കില്ല. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് നമ്മുടെ ബാറ്ററിയുടെ നെഗറ്റീവും പോസിറ്റീവും നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ ഈ മെഷീൻ്റെ ഈ സ്വിച്ച് നമുക്ക് പവർ ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനുള്ളതാണ് ഇത്. അതുപോലെ തന്നെ ഇത് നമ്മുടെ ബാറ്ററിയുടെ പവർ കുറഞ്ഞു കഴിഞ്ഞാൽ ലോ പവറാണോ എന്നറിയുന്നതിന് ബാറ്ററിയുടെ പവർ ലോ പവറും എക്സ്ട്രാ പവറും കൂട്ടിയിടുന്നതിന് വേണ്ടിയാണ് ഇത്. അതായത് സ്പീഡപ്പിന് അടിക്കുന്നതിന്, അതായത് പവർ കൂട്ടിയും കുറച്ചിടുന്നതിന് വേണ്ടിയാണ് ഇത്. നമുക്ക് 24 ഹവേഴ്സും ലൈനിൽ എർത്ത് വേണമെങ്കിൽ 24 ഹവേഴ്സ്, അല്ലെങ്കിൽ 12 ഹവേഴ്സ് മതിയെങ്കിൽ 12 ഹവേഴ്സ്. അതുപോലെ ഇത് നമുക്ക് എന്തെങ്കിലും വന്ന് നമ്മുടെ ലൈനിൽ ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അലാറം അടിക്കുന്നതിന് വേണ്ടിയിട്ട് സ്വിച്ചാണ്. അത് ഓൺ ചെയ്യുകയോ ഓഫ് ചെയ്തോ ഇടാം. ഓൺ ചെയ്തിട്ട് കഴിഞ്ഞാൽ എന്തെങ്കിലും വന്ന് ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അലാറം അടിക്കും. അതേപോലെ തന്നെ ഇത് നമ്മുടെ ബാറ്ററി കുത്തുന്നതിനുള്ള പിന്ന് കുത്തുന്നതിനുള്ള ഇതാണ്. ഇത് നമ്മുടെ സോളാർ കുത്തുന്നതിനുള്ളതാണ്. ഇത് നമുക്കിപ്പോൾ കുത്തി വെക്കാം. ഇതാണ് നമ്മുടെ ബാറ്ററി കുത്തുന്നതിനുള്ള വയറ്. അപ്പോൾ നമുക്കിതിൻ്റെ ബാറ്ററി ഒന്ന് കുത്താം. നോക്കട്ടെ, ബാറ്ററി കുത്താം നമുക്ക് ഇതിനകത്ത്. നമ്മളിപ്പോൾ ഇതിൻ്റെ ബാറ്ററി കുത്തിയപ്പോൾ തന്നെ ലൈനിലേക്ക് ഫ്യൂസ് അടിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ സോളാറാണ്. ഈ സോളാർ ഇതിപ്പോൾ നമ്മൾ ഇട്ടിരിക്കുന്നത് 24 ഹവേഴ്സാണ് 12 ഹവേഴ്സാണ് ഇട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇതിനകത്ത് എർത്തടിക്കണത്. ഇത് നമ്മൾ സോളാറിൻ്റെ കുത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമ്മൾ നിൽക്കുന്നതാണ്. പിന്നെ 12 ഹവേഴ്സ് മാത്രമേ അടിക്കുകയുള്ളൂ. അപ്പോൾ ഇത് സോളാറിൻ്റെ നമുക്ക് ഇതിനകത്തേക്ക് കുത്താം. സോളാറിൻ്റെ കുത്തി കഴിഞ്ഞപ്പോൾ ബാറ്ററി ചാർജിങ് ആയി. ഇപ്പോൾ ഇതിൽ ബാറ്ററി ചാർജ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നമുക്ക് നേരെ ഇതിൻ്റെ ബാക്കിലേക്ക് വരാം. ബാക്കിലേക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇൻപുട്ടും ഹൈ വോൾട്ടേജും എർത്തുമാണ് കാണിച്ചിരിക്കുന്നത്. ഹൈ വോൾട്ടേജും എർത്തുമാണ് ഇതിനകത്ത്. ഇത് നമുക്ക് ലൈനിലേക്ക് പോകുന്ന കമ്പിയും ഇത് നമുക്ക് എർത്തിലേക്ക് വിടുന്നതാണ്. എർത്തായിട്ട് വിടുന്നതിന് വേണ്ടി വെച്ചിരിക്കുന്നതാണ്. ഇത് നമുക്ക് ലൈനിലേക്ക് കണക്ട് ചെയ്യുന്നത് ഇതാണ്. ഇതുണ്ടോ, ലൈനിലേക്ക് കണക്ട് ചെയ്തിരിക്കുകയാണ്. അതേപോലെ തന്നെ നമ്മൾ എർത്തിലേക്കും കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് അടിക്കുമ്പോൾ നമുക്ക് ഇതിനകത്ത് ലൈനിൽ കറണ്ട് വരികയും, ലൈൻ നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ദിവസം സെറ്റ് ചെയ്ത് വെച്ചായിരുന്നു. ലൈൻ നമ്മൾ കഴിഞ്ഞ ദിവസം PVC പൈപ്പ് വെച്ചാണ് നമ്മൾ ലൈൻ, അതായത് ലോ കോസ്റ്റിൽ നമുക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ PVC പൈപ്പ് ചെറിയ രീതിയിൽ വെച്ച് എർത്ത് കൊടുത്തിരിക്കുകയാണ്.
ഇനി നമുക്ക് ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനകത്ത് പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നമുക്ക് മഴ നനയാണ്ട് ഇത് നമുക്ക് മഴ നനയാണ്ട് എവിടെയെങ്കിലും സെറ്റായ രീതിയിൽ എടുത്തു വെക്കണം. മഴ നനയാൻ പാടില്ല, മഴ നനയാത്ത രീതിയിൽ. അപ്പോൾ നമ്മുടെ വീട്ടിലൊരു ചെറിയൊരു മുയലിൻ്റെ കൂടുണ്ടായിരുന്നു. അത് ചെറിയ രീതിയിൽ തുരുമ്പിട്ട് തുടങ്ങിയതാണ്. അത് നമ്മൾ കൊണ്ടുവന്നിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് മുയലിൻ്റെ കൂട്. അപ്പോൾ നമുക്ക് ഈ കൂടിൻ്റെ ഉള്ളിലേക്ക് കയറ്റി വെച്ചിട്ടാണ് ഇത് നമ്മൾ സെറ്റ് ചെയ്യണത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം.